മണിപ്ലാന്റ് കണ്ടോ, ചെറിയ ഇലയുള്ള മണിപ്ലാന്റ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആരൊക്കെ ഇത് വളർത്തുന്നുണ്ട്? നിങ്ങളൊക്കെ വളർത്തുന്നവരാണോ? ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെടികൾ വളർത്തുവേ. കുറേ ചെടികൾ എനിക്കുണ്ട്. മണിപ്ലാന്റ് 2-3 തരം ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഒരു ചെറിയ തണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വളർത്തിയതാണ്. ഒരു മാസം കൊണ്ട് ഇത്രയും കാട് പോലെ വളർന്ന് കാട് പോലെ വേരുമായി. അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതിൻ്റെ വേണ്ടാത്ത വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇലയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ വെള്ളമൊക്കെ ഒന്ന് മാറാം എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ എടുത്തേക്കാന്ന്. വലിയ സന്തോഷമാണ് നമുക്ക് ഇതുപോലുള്ള ചെടികൾ പരിപാലിക്കുന്നതിലൂടെ. ഇതിന് വലിയ പൂവുണ്ടാകുക അല്ലെങ്കിൽ പോലും ഇലയായിട്ടിങ്ങനെ പച്ചപ്പിൽ നിൽക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്ക ആൾക്കാരും ഇതുപോലെ വീടിൻ്റെ ഓരോ മൂലയിലും ഓരോ സൈഡിലും ഒക്കെ പല സ്ഥലത്തായിട്ടിത് എന്തൊക്കെയോ ഗുണം ചെയ്യുമെന്നുള്ള മട്ടിലാണ് കൊണ്ടു നോക്കുന്നത്. ഗുണമുണ്ട്, ഗുണമില്ലാഴികയൊന്നുമില്ല, ഗുണമുണ്ട്. എല്ലാവരും പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞാൽ മണിപ്ലാന്റ് നട്ടാൽ പണം കായ്ക്കുമെന്ന്, പണം ഇഷ്ടംപോലെ വീട്ടിലുണ്ടാകുന്നത്. അതൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ചാൽ നമുക്ക് പണം ഉണ്ടാക്കാം. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ നല്ല ഓക്സിജൻ നമുക്ക് പ്രദാനം ചെയ്യും. ഇത് നമ്മുടെ വീടുകളിലകത്തൊക്കെ ഇരുന്നാൽ. ഞാനിത് സിറ്റ് ഔട്ടിലാണ് വെച്ചിരുന്നത്. വെളി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത്, വെളിയിലൊക്കെ ഉണ്ട്, മഴ പെയ്ത് ഈ മണ്ണ് തെറിച്ചിട്ട് പോട്ടെല്ലാം വൃത്തികേടായിപ്പോയി. ഇതുപോലെ ചെറിയ പോട്ടാണെങ്കിൽ നമുക്ക് മേശപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകളിലോ ഒക്കെ വെക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിതുപോലുള്ള മണി പ്ലാന്റുകളെല്ലാം വെച്ചേക്കുന്നത്. അത് ചില സമയത്തെടുത്ത് വീടിനകത്തോട്ട് ചില സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാറുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എടുത്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. അപ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു എന്തോ ഒരു നമുക്കൊരു മൂഡ് ഔട്ടായിട്ടിരിക്കുന്നൊരു സമയത്ത് ഇതുപോലെയൊക്കെയുള്ള ചില ചെറിയ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാനിത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളിൽ ഇതുപോലെ സന്തോഷം കിട്ടുവാൻ വേണ്ടി ഇതുപോലുള്ള ചെടികൾ വളർത്തുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.